ചേച്ചി എന്റെ ഇന്ദു എന്തു പറ്റി പറയൂ ചേച്ചി. ഇന്ന് രവിയേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? കോടതിയിൽ പോകാനുള്ള തിരക്കുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവില്ല. മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. ഈശ്വരന്റെ കൽപ്പനകൾ അനുസരിച്ചല്ലേ പറ്റൂ. എഴുന്നേറ്റ് ചെന്ന് കുളിച്ചു വല്ലതും കഴിക്കാൻ നോക്ക്. എത്ര ദിവസമെന്ന് വെച്ചാ എങ്ങനെ ഇരിക്കുന്നത്? എഴുന്നേക്ക് രവി. നിനക്കിന്ന് പോവാന്ന് ഡോക്ടർ പറഞ്ഞു. വേഗം റെഡിയാണ്. കുഞ്ഞിനെ വരും. ശ്രീദേവി മടങ്ങി വരുമ്പോ ചിലപ്പോ ഞാൻ ഉണ്ടാവില്ല. സെപ്റ്റംബർ 15 തീയതി വ്യാഴാഴ്ച രാവിലെ എന്റെ കഴുത്തിൽ ഒരു നിമിഷം കൊണ്ടുള്ള സുഖകരമായ മരണം. രവി രവി വരുന്നില്ലേ? കോടതി കൂടാൻ സമയമായി. ഞാനിന്ന് ലീവാണ്. എന്താ രവി ഇത്? ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? എല്ലാം ഫേറ്റ് ആണ്. നമ്മൾ അഡ്വക്കേറ്റന്മാർ
സെന്റിമെന്റ്സ് ഒന്നും ഇല്ലാത്തവരാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. എല്ലാം ഇനി ഓർമ്മകളിലേ സൂക്ഷിക്കാനാവും. രവിട്ട, എന്താ രവിട്ട ഇത്? ഷൂ ഇട്ടുകൊണ്ടാണ് അകത്ത് പോന്നേ? കൊച്ചുകുട്ടിയല്ലേ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കാൻ. സുഖമായിട്ടിരിക്കുന്നുണ്ടോ? എടി പണി, നീ കൊച്ചിനെ വെച്ചിട്ടിരുന്ന പണിയൊന്നും എടുക്കണ്ടേ? കൊച്ചിനെ എവിടെ കിടത്തിട്ടൊന്ന് ജോലി എടുക്ക്. മോൻ കരഞ്ഞിട്ടാ? ആ, കുഞ്ഞുങ്ങളായ കരയൊക്കെ ചെയ്യും. നീ ആദ്യമായിട്ട് പ്രസവിച്ചത് കൊണ്ടാ. 2-3 ആകുമ്പോ ഒക്കെ ശരിയായിക്കോളും. ചെല്ല്, ഇല്ലെങ്കിൽ വാർഡൻ ഞങ്ങളെയാ ചീത്ത പറയുന്നത് അല്ലേടി? ആ ചെല്ലു വേണ്ടേ? നീ വാങ്ങിച്ചിരിക്കുന്നു. വിശക്കുന്നുണ്ടാവും. നീ എന്നെ ശ്രീദേവി എന്ന് പറഞ്ഞേക്കും. കൊണ്ടുവന്നത് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ്. എന്തു മരിച്ച ദുഃഖം ഇന്നും തന്നെ വിട്ടുമാറിയിട്ടില്ലെന്നറിയാം. ഒരിക്കലും അത് മാറുകയുമില്ല. എന്നാലും താൻ ചെറുപ്പമാണ്. ഈ ഏകാന്തതയിൽ നിന്നും കുറച്ചെങ്കിലും മോചനം കിട്ടണമെങ്കിൽ താൻ മറ്റൊരു വിവാഹം കഴിക്കണം. ശരി അരവി, നീ ഒരു വിവാഹം കഴിച്ചാലേ. ഇല്ല ശാന്തൻ, ഇനിയൊരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവില്ല. തന്നെ ഞങ്ങൾ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. വിവാഹം കഴിഞ്ഞ ഉടനെ എത്രയോ പേരുടെ ഭാര്യമാർ മരിച്ചിരിക്കുന്നു. അവരൊക്കെ ജീവിക്കുന്നില്ലേ? എല്ലാം ഓരോരുത്തരുടെ ഫേറ്റാണ്. മേനോൻ ചേട്ടനും ശാന്തയെടുത്തും എന്നെ നിർബന്ധിക്കരുത്. എന്റെ ഇന്ദുവിന്റെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടിയെ ഇല്ല, എനിക്കതിന് കഴിയില്ല. രവിട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവാന്നറിയോ? വീട്ടിലുള്ളവർക്കാ അതിന്റെ ദോഷം. അവിവാഹിതയായ നിങ്ങൾ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? മാന്യന്മാരായ എല്ലാ തന്തമാരുടെയും പേര് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരാളുടെയെങ്കിലും പേര് പറയാമോ? പിതാവ് ആരാണെന്ന് അറിയാത്ത ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന ഈ സ്ത്രീയെ എങ്ങനെ നല്ലവളെന്ന് വിശ്വസിക്കാൻ കഴിയും? ഈ നഗ്നമായ സത്യം ഒന്നുകൊണ്ട് തന്നെ കലയുടെ മറവിൽ വ്യഭിചാരം നടത്തിയിരുന്ന ഒരു സ്ത്രീയാണ് പ്രതി എന്നത് സ്പഷ്ടമാണ്. She deserves the maximum punishment. ശ്രീദേവിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ രവിട്ടൻ ഈ കേസ് വാദിക്കുമായിരുന്നു. ഹലോ, താനെന്താടോ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ? പിന്നെ എന്തൊക്കെയുണ്ട്? തന്റെ തീരുമാനത്തിന് വല്ല മാറ്റവും ഉണ്ടായോ? ആദ്യമൊക്കെ നമുക്ക് മറക്കാൻ കഴിയില്ലെന്നും മറ്റൊരു വിവാഹം വേണ്ടെന്നും ഒക്കെ തോന്നും. പിന്നെ കാലമല്ലേടോ, അവൻ ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ തീരുമാനത്തെ തന്നെ ചിലപ്പോൾ മാറ്റിയെന്ന് വരും. ആ തീരുമാനത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യത്തിനാണ്. എന്താ കാര്യം? ഒരു കൊലക്കേസിൽ 7 കൊല്ലം ശിക്ഷിച്ച് ഇവിടെ ജയിലിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ശ്രീദേവി. ശ്രീദേവി?
ഓ മനസ്സിലായി. അവളിപ്പോ പെൺകുട്ടിയൊന്നുമല്ല, ഒരു കുഞ്ഞിന്റെ അമ്മയാണ്. 6 മാസം മുമ്പ് അവള് പ്രസവിച്ചു. ഞങ്ങൾക്ക് കുറ്റവാളികളെ മാത്രം നോക്കിയാ പോരല്ലോ, അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെയും കൂടി നോക്കണം. എന്താ പ്രത്യേകിച്ച്? എനിക്ക് അവരെ ഒന്ന് കാണണം. എന്താ അപ്പീൽ പോകാൻ വല്ല പരിപാടിയുണ്ടോ? അതിന് ഞാൻ പബ്ലിക് പ്രോസിക്യൂട്ടറല്ലേ. പിന്നെന്താണാവോ? ഇന്ദുവും ശ്രീദേവിയും തമ്മിൽ പരിചയക്കാരായിരുന്നു. എനിക്ക് അവരെ ഒന്ന് കണ്ടാക്കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, കാണാമല്ലോ. വരൂ. ഇതാണ് അവരുടെ കുട്ടി. അവരെവിടെ പോയി? 3 നേരവും സുഭിക്ഷമായി ആഹാരം കൊടുക്കുന്നതല്ലേ. എന്തെങ്കിലും ജോലി ചെയ്യിക്കണ്ടേ? ഇവിടെ എവിടെയെങ്കിലും കാണും. ഞാൻ വിളിക്കാം. ശരി. സാറെന്തിനാ എന്നെ വിളിപ്പിച്ചത്? ശ്രീദേവിക്ക് എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞത്? ഞാൻ സൂപ്രണ്ട് മേനോനൊന്ന് കാണാൻ വന്നതാ. അപ്പോ ശ്രീദേവിയെ കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. അത്രയ്ക്കുള്ളൊരു ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. പിന്നെ വെറും ഒരു നേരം പോക്ക് അല്ലേ? അല്ല, എന്റെ ഭാര്യ ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ കാണാൻ വരാറുള്ള ഒരു ഇന്ദുവിന് ഓർമ്മയില്ലേ? അത് സാറിന്റെ ഭാര്യയാണോ? അതെ. ഇന്ദുവിന് സുഖമാണോ സാർ? പ്രസവിച്ചെടുക്കുകയായിരിക്കും അല്ലേ? അല്ല, ഇന്ദു മരിച്ചുപോയി. എന്താണോ സംസാരിച്ചു കഴിഞ്ഞോ? പോകാം. ആ കുട്ടിയെ അവിടെ കെട്ടിച്ചിട്ട് പോയി ജോലി ചെയ്തു. താൻ എന്താണ് ഈ പറയുന്നത്? എവിടെയോ അലവലാതിയായി നടന്ന് ഒരു കൊലപാതകവും ചെയ്ത് ജയിലിൽ കഴിയുന്ന ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ തന്നെ എടുത്ത് വളർത്തണമെന്നുണ്ടോ? എടോ, ഇവിടെ ഒരുപാട് അനാഥാലയങ്ങളുണ്ട്. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തിയാൽ ഇതിനേക്കാൾ അന്തസ്സാണ്. അനാഥയായ ഒരു കുഞ്ഞിനെ എടുത്ത് വളർത്തുക എന്നതല്ല എന്റെ ഉദ്ദേശം. പിന്നെ ഓ, താൻ 7 കൊല്ലത്തെ ശിക്ഷ വാങ്ങിക്കൊടുത്തതിലുള്ള വിഷമം കൊണ്ടായിരിക്കും. എടോ, ഇവിടെ ജീവപര്യന്തവും മരണശിക്ഷയും വിധിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ വക്കീലന്മാർക്ക് സിമ്പതി തോന്നി തുടങ്ങിയാൽ വിഷമിച്ചു പോത്തേ ഉള്ളൂ. തനിക്കിത് എന്തു പറ്റി? എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ, ഞാൻ പരിഹാരം ഉണ്ടാക്കിത്തരാം. മേനോൻ ചേട്ടാ, എന്റേതെന്ന് പറയാൻ എനിക്കൊരു കുട്ടിയില്ല. ഇന്ദുവിന് ശ്രീദേവി വലിയ ഇഷ്ടമായിരുന്നു. ശ്രീദേവിയുടെ കേസ് നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് ഇന്ദു എന്നോട് പറയാറുണ്ടായിരുന്നു. അന്ന് ഞാനത് ചെയ്തില്ല. ഇന്ന് ആ സ്ത്രീയുടെ കുഞ്ഞ് ജയിലിൽ കിടന്ന് നരയിക്കുന്നത് കാണുമ്പോൾ അതിനോടൊരല്പം കരുണ കാണിക്കുന്നത് തെറ്റാണെന്നാണോ മേനോൻ ചേട്ടൻ പറയുന്നത്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ തന്റെ ഇഷ്ടം.